കില്ലാടികളെ നമ്മുടെ കരൂർ നടന്ന അപകടം നിങ്ങളെ വരും മറിഞ്ഞു കാണുമല്ലോ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വിജയണ്ണൻ പോയി ഒരു മാനാട് എന്ന പരിപാടിക്ക് പകരം കരൂർ എന്ന സ്ഥലത്ത് പോയപ്പോൾ നീശി അത് വലിയ മാനാടൊന്നും അല്ലേ കേട്ടോ, നോർമലി ഒരു പരിപാടി നീശി. പക്ഷെ അവര് വിചാരിച്ചത് 10,000 പേരിൽ ഒതുങ്ങും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 10,000-ത്തിലധികം വിചാരിക്കുന്നതിലും അപ്പുറം ആൾക്കാർ അവിടെ എത്തിയില്ലേ. അപകടം നടന്നു, വൻ ദുരന്തം നടന്നത് നീശി. ഏകദേശം ഒരു 10-40ഓളം സ്ത്രീകൾ മരണപ്പെടുകയുണ്ടായി. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ആ സമയത്ത് പറഞ്ഞെങ്കിൽ വിജയ്ക്കെതിരെ ഫുൾ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കായിരുന്നു. വിജയാണനെ കുറിച്ച് അങ്ങനെ എന്താ വെച്ചാൽ ഈ അപകടം നടന്ന സമയത്ത് പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെട്ടു, വീട്ടിലോട്ട് ഓടി, അല്ലെങ്കിൽ അവരാരും നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ആ സമയത്തിന് വിജയാണന്റെ കൊടി വെച്ചവിടെ, അല്ലെങ്കിൽ വിജയാണന്റെ പോസ്റ്റർ വെച്ചവിടെ, പിന്നെ ഈ മതിലൊക്കെ പെയിന്റ് അടിച്ച വിജയാണന്റെ പിക്ചർ വെച്ചവിടെയൊക്കെ ഫുൾ ഇടിച്ചു പൊളിക്കുക, അങ്ങനെ വിജയനെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരുന്നില്ലേ. ആ സമയത്ത് എന്താ ചോദിച്ചാൽ നമ്മൾ നോർമലി അറിയാലോ. അപ്പൊ എന്താ വെച്ചാൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരനെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഫുൾ ആൾക്കാർ എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ നല്ല രീതിയിൽ കളിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കും. ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മളെ എതിർക്കണവരൊക്കെ ചിലപ്പോൾ എതിർക്കണവരൊക്കെ ചിലപ്പോൾ കേസ് എടുക്കും. അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കെതിരെ എന്താ വെച്ചാൽ വിജയണ്ണന്റെ ഒപ്പം നിന്നിട്ട് അവർക്കെതിരെ പോസ്റ്റർ അവർക്കെതിരെ പ്രവർത്തിച്ച സമയത്ത്, അല്ലെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അവർക്ക് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിലയുടെ ഒരു ന്യൂസ് ഇന്നലെ കണ്ടതായിരുന്നു. വിജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച യുവാവ് മരിച്ച നിലയിൽ എന്താ കണ്ടില്ലേ. എന്താ വെച്ചാൽ ഭരത്രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു, പുള്ളിക്കാരനായിരുന്നു, ഒരു ചെറുപ്പക്കാരനാണ് കിലാടിലെ ആള്. പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വൈറലാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നില്ല, പക്ഷെ ന്യൂസിൽ കാണിക്കുന്നുണ്ട് വിജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച യുവാവ് മരിച്ച നിലയിൽ എന്ന് പറഞ്ഞിട്ട്. സംഭവം കിലാടില്ല. ഇതും പാർട്ടിയുടെ ഒരു തന്ത്രം തന്നെ ആയിരിക്കും. ഇതിനിപ്പോൾ നമ്മൾ ഏത് പാർട്ടി നമുക്ക് പറയാൻ പറ്റൂല. ഇത് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് 2-3 ജീവൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സിനിമയിലെ കണ്ടില്ല കിലാടില്ല, സെയിം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. എന്ന് വെച്ചാൽ ഒരാൾ തളരുന്ന സമയത്ത് അയാൾ എങ്ങനെയെങ്കിലും ഒന്നുകൂടി തളർത്തി താത്താം, അല്ലെങ്കിൽ ആ അവസരം മുതലെടുത്തിട്ട് ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം എന്നൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ. പക്കാ സിനിമ സ്റ്റൈല്. നമ്മൾ തമിഴ് സിനിമയ്ക്ക് പൊളിറ്റിക്സ് സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും. എന്തിന് മലയാള സിനിമ വരെ അങ്ങനെ തീണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനെതിരെ നിൽക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തോ കണ്ട പെട്ടെന്ന് നിങ്ങളുടെ ഷോക്കായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ ഇതിപ്പോ മനുഷ്യജീവനാണെങ്കിൽ ഇടല മരിച്ച നിലയിൽ എന്നാ പറയുന്നത്. അതിനിപ്പോ എങ്ങനെ മരിച്ചു, എന്തൊക്കെ മരിച്ചെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു സിനിമ സ്റ്റൈലില്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മളെന്താ വെച്ചാൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ പാർട്ടിക്കെതിരെ എതിർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പവറോ അല്ലെങ്കിൽ എല്ലാ സംഭവം വേണം, അല്ലെങ്കിൽ ശരിക്കും ലോക്കാവും. അതേ പറയാനുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ബൈ.